എവ്രിവൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ പോയപ്പോൾ എടുത്ത ഒരു വ്ളോഗാണ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. ട്രിവാൻഡ്രം സൂ ഇപ്പം എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഇടം തന്നെയാണ്. നമ്മുടെ നന്തൻകോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് ഉള്ളത്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്താണ്. തമ്പാനൂരിൽ നിന്നൊക്കെ ഒരു 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. സൂവിലോട്ട് വളരെ ഈസിലി നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരു 1 ഡേ ട്രിപ്പായിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് ടൈപ്പ് ഓഫ് മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സൂവിലോട്ടുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുതിർന്ന ഒരാൾക്ക് 30 രൂപയും 5 തൊട്ട് 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരാൾക്ക് 10 രൂപയുമാണ്. ട്രിവാൻഡ്രം സൂവിൻ്റെ ഒരു വലിയൊരു ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ 50 ഏക്കറിന് മുകളിലുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം നടന്ന് കാണാൻ പറ്റാത്ത ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് ബഗ്ഗി സർവീസസ് ഉണ്ട്. ആ ബഗ്ഗി സർവീസ് ഒരു റൗണ്ട് എനിക്ക് തോന്നുന്നു 8 മുതൽ 10 പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒരാൾക്ക് 50 രൂപയാണ്. ഫാമിലി ചാർജ് പ്രത്യേകം ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമുക്ക് ഇത് ഏരിയ മൊത്തം നടന്ന് കാണാൻ പറ്റാത്തവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിൽ കൊണ്ടുപോയി നമ്മളെ ഫുൾ ചുറ്റി കാണിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എൻട്രൻസിൻ്റെ അവിടെ ചെക്കിങ് ഉണ്ടായിരിക്കും. നമ്മൾ യൂസ് ആൻഡ് ത്രോ വാട്ടർ ബോട്ടിൽസ്, നമ്മൾ സ്നാക്സ്, അതുപോലുള്ള കവേഴ്സ്, അതൊന്നും അവർ ഉള്ളിലേക്ക് അലോ ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് വെള്ളം കൊണ്ടുപോകണം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ കൊണ്ടുപോയാൽ ഒരു ബോട്ടിലിന് 20 രൂപ വെച്ച് സ്റ്റിക്കർ ഒട്ടിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ ബോട്ടിൽസ് ആ കൗണ്ടറിൽ കാണിക്കുകയാണെങ്കിൽ ആ 20 രൂപ തിരിച്ച് തരും. അപ്പോൾ ആദ്യമേ നമ്മൾ കയറുമ്പോൾ ഒരു ഡിപ്പോസിറ്റ് പോലെ ഏതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലാണോ കൊണ്ടുപോകേണ്ടത് ഓരോന്നിനും 20 രൂപ വെച്ച് കൗണ്ടറിൽ അടച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം സൂവിലൊന്നും ഉപേക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവേഴ്സും അതും സമ്മതിക്കില്ല. അങ്ങനെയുള്ളതൊക്കെ ഒരു പേപ്പറിൻ്റെ ഒരു ബാഗ് പോലെ അവർ തരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ സ്നാക്സ് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കട്ട് ചെയ്ത് ഈ പേപ്പർ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഒരു യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ വാട്ടർ ബോട്ടിൽസൊക്കെ അവർ അലോ ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ലൊരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സൂവിനുള്ളിൽ മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും വരാണ്ട് നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുകൂടെ പറ്റുന്നുണ്ട്. ട്രിവാൻഡ്രം സൂവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് വളരെയധികം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങളുള്ളതുപോലെ തന്നെ ഒരുപാട് വിവിധ ഇനം മരങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങൾ പോയത് ഒരു ഏപ്രിൽ മാസം ഉച്ച സമയത്താണ്. എന്നാൽ പോലും നമുക്ക് മരങ്ങളുടെ തണലുള്ളതുകൊണ്ട് പുറത്തുള്ള അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ലായിരുന്നു. മരങ്ങളുടെ തണലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് സൂ മൊത്തം നടന്ന് കാണാൻ പറ്റും. പിന്നെ സൂവിനുള്ളിൽ തന്നെ പലയിടത്തായിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ ഫില്ല് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ അവിടെ ഗ്ലാസ്സസ് അവൈലബിൾ ആണ്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഉള്ളിൽ ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. അപ്പം നമുക്ക് ചായയോ എന്തെങ്കിലും സ്നാക്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ അകത്ത് സൂവിനുള്ളിലും പുറത്തുമായിട്ട് തന്നെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. ഒത്തിരി ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റി. കുറേയൊക്കെ പേരുകൾ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഇങ്ങനെ മഴമരം, കരിമരം, വാളംപുള്ളിയുടെ, പിന്നെ മഹാഗണി, അങ്ങനെ പല ടൈപ്പ് മരങ്ങളുണ്ട്. എല്ലാം വൻ വൃക്ഷങ്ങളായിട്ടാണ് നിൽക്കുന്നത്, തണൽ തരുന്ന വൃക്ഷങ്ങളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള മുളകളും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൂവിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പല
വെറൈറ്റി കുരങ്ങുകളെ കാണാൻ പറ്റും. ഇങ്ങനെ സിംഹവാലൻ കുരങ്ങ്, തൊപ്പിക്കുരങ്ങ്, നാടൻ കുരങ്ങ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കുരങ്ങുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഇനം പക്ഷികളുണ്ട്. തത്തകളുടെ വെറൈറ്റി ഉണ്ട്, പിന്നെ മക്കാവും ഉണ്ട്, വെള്ളിക്കോഴി, പിന്നെ വിവിധ ഇനം കൊക്കുകളുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് കഴുകനുണ്ടായിരുന്നു. അതിങ്ങനെ നല്ല ചിറക് വിടർത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിവിധ ടൈപ്പ് കൊക്കുകളും ഒക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ കരടി നമ്മൾ ഉച്ച സമയത്ത് പോയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് ഒരുപാട് ടൈപ്പ് ആമകളുണ്ടായിരുന്നു, ഹിപ്പപ്പൊട്ടാമസ്, വിവിധ ഇനം മാനുകൾ. നല്ല ഭംഗിയുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഒറ്റ കൊമ്പുള്ള മാൻ, അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ ചിത്രശലഭത്തിൻ്റെ ഒരു പാർക്കുണ്ട്. അതിൽ എത്രയോ വെറൈറ്റി ചിത്രശലഭങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്തുള്ള ഗാർഡൻ തന്നെ ഒരു പ്രത്യേക രീതിയിലൊരു ചിത്രശലഭത്തിൻ്റെ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ചിത്രശലഭത്തിനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനുള്ളിലൊരു അറേഞ്ച്മെൻ്റൊക്കെ നമുക്കൊരു നല്ല ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാനത്തേക്കാണ് നമ്മുടെ കാർണിവോറസ് ആയിട്ടുള്ള ലയൺ, ടൈഗറൊക്കെ ഉള്ളത്. പിന്നെ ഒരു റെപ്റ്റൈൽസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പക്ഷേ മൊബൈൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണെന്ന് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ അവിടെയുള്ള ഒരുവിധ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. എൻ്റെ ചാനൽ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു. ബൈ.